ഈ ഒരു പള്ളിയെപ്പറ്റി കേൾക്കാത്തവരും അറിയാത്തവരും ഒക്കെ വളരെ ചുരുക്കമാണെന്ന് എനിക്കറിയാം. അത്രയേറെ പ്രസിദ്ധമാണ് കൃപാസനം പള്ളി. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു എൻ്റെ 2 ഫ്രണ്ട്സായിട്ട്. ഒരാൾ ട്രിവാൻഡ്രത്തു നിന്നും ഒരാൾ എറണാകുളത്തു നിന്നായിരുന്നു വരുന്നത്. അപ്പം അവരെ വെയിറ്റ് ചെയ്തിരുന്ന് പോസ്റ്റ് അടിച്ചപ്പോൾ ഞാനെന്നാൽ ഓർത്തു എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം വരുന്നുണ്ട് ഈ അടുത്ത് തന്നെ. അപ്പം അതിനിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഫാബ്രിക് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ പരാഗ് വരെ പോയി. ആലപ്പുഴ പരാഗിലാണ് പോയത്. അങ്ങനെ 2-3 പരാഗിൽ കയറി 2-3 ഡ്രസ്സ് കുറച്ച് നോക്കി വെച്ചു, ഡ്രസ്സിനുള്ള തുണി നോക്കി വെച്ചു. നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിട്ട് അവിടുന്ന് ഞാൻ ബസ്സിൽ നേരെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടിനെ ഞാൻ അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവർ ഈ കാട്ടിൽ നിന്നൊക്കെ കയറി വരുന്നത് എന്താണെന്നറിയോ, ഞാൻ വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. പക്ഷേ അറിയാലോ, എൻ്റെ സ്വഭാവം അറിയാലോ, ഞാൻ അപ്പോൾ തന്നെ വീഡിയോ എടുത്തു ഗൈസ്. അങ്ങനെ ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങളുടെ വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ വിളി വന്നു. ഞങ്ങൾ അടുത്ത് കണ്ട ഒരു കടയിൽ കയറി ചെറിയ അരിയുടെ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു ഗായ്സ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ബസ്സിൽ കയറി കലവൂർ ഇറങ്ങി അവിടുന്ന് ഓട്ടോയ്ക്ക് പള്ളിയിൽ വന്നു. പള്ളിക്കകത്തെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, എനിക്ക് പള്ളിക്കകത്ത് കയറിയിട്ട് കരച്ചിൽ വന്നു, പിന്നെ എനിക്ക് രോമാഞ്ചം വന്നു, വിഷമം വന്നു, സങ്കടം വന്നു. സങ്കടം നിറച്ചായി. പിന്നെ അതേപോലെ തന്നെ എന്ത് സന്തോഷം വന്നു, എനിക്കറിയില്ല, എന്തൊക്കെയോ ഒരു മിക്സഡ് ഫീലിങ്സ് ആയിരുന്നു എനിക്ക്. അങ്ങനെ അവിടുന്ന് കൊന്തയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെഞ്ചരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ തന്നെ ഉച്ചവെയിലിനെ ഒന്ന് തണുപ്പിക്കാൻ, നമ്മുടെ തലക്കിട്ട് തട്ടി ഉച്ചവെയിലിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, കരിക്ക് വാങ്ങിച്ചു. അവർ കരിക്ക് കഴിച്ചു, പക്ഷേ എനിക്ക് കരിക്ക് പറ്റില്ല ഗായ്സ്. ഐ എം നോട്ട് എ കരിക്ക് ഫാൻ. അതുകൊണ്ട് ഞാൻ സംഭാരവും ഒരു സമൂസയും കഴിച്ചു ഗായ്സ്. അത് കഴിഞ്ഞിട്ട് അവരതിനകത്തുള്ള കാമ്പാട്ടോ കഴിക്കണം. അങ്ങനെ അത് കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രേവുവിന് പോകാറായി. അവൾ പനിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ടും കുഞ്ഞ് വന്നു എറണാകുളത്തു നിന്ന്. അവളെ കയറ്റി വിട്ടിട്ട് പിന്നെ ഞങ്ങളുടെ പട്ടിഷയായിരുന്നു ഗൈസ്. ബസ്സിൽ വെച്ചിട്ട് അവളിങ്ങനെ പറഞ്ഞു, എൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ട് ഫേസസ് കാനഡയുടെ എന്നിട്ടാണ് കൊക്കോ ക്രഷാണ് അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചപ്പോൾ സെയിം സാധനം എൻ്റെ ഉണ്ട് എന്നൊക്കെ അവളോട് പറഞ്ഞു കൊടുത്തു. പിന്നെ അവളുടെ ബാഗിലുള്ള ഓരോ സാധനം അവളിങ്ങനെ ഒരു നാഗവല്ലിയെ പോലെ തുറന്ന് കാണിക്കായിരുന്നു ഗൈസ്. കൃപാസനത്തിൽ വാങ്ങിച്ച പപ്പടം വരെ അവൾ കാണിച്ചു. ഞാൻ വിട്ടുകൊടുക്കുമോ? ഒരിക്കലുമില്ല. അപ്പം ഞാനും പറഞ്ഞു, ഞാനും ഒരു നാഗവല്ലിയായിട്ട് മാറി. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് കൃപാസനത്തിന് വാങ്ങിച്ച സാധനങ്ങളും, പിന്നെ എൻ്റെ സൺസ്ക്രീനും എൻ്റെ ലോഷനും എൻ്റെ ഹെഡ്സെറ്റും എൻ്റെ എന്തിനടക്കം എൻ്റെ പേരെന്താണ് ATM കാർഡ് വരെ ഞാൻ കാണിച്ചു ഗായ്സ്. അങ്ങനെ ഞങ്ങളുടെ പട്ടിഷോ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നെവർ മൈൻഡ്, ഞങ്ങൾക്കതൊരു പ്രശ്നമേ ഇല്ല. പിന്നെ ആലപ്പുഴ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും വിശപ്പ് വരുമല്ലോ, മനുഷ്യനല്ലേ ഉള്ളേ. അങ്ങനെ 2 ഓറഞ്ച് ജ്യൂസും ഞാനൊരു ബർഗറും കുത്തിക്കയറ്റി. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ആലപ്പുഴ സ്റ്റേഷനിൽ വന്നു. കുറച്ച് നേരം സംസാരിച്ചോളൂ, പെട്ടെന്ന് സമയം പോയി. അവൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. വലിയ തിരക്കില്ലാഞ്ഞുകൊണ്ട് അവൾക്ക് സീറ്റൊക്കെ കിട്ടി. അവൾക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ പോന്നു. ബൈ.